Hello everyone, Assalamu alaikum. Welcome back to my channel. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് ഞങ്ങളുടെ വീട്ടിലെ മത്സ്യകൃഷിയെക്കുറിച്ചാണ്. ഈയിടെയായി നമ്മൾ സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് ഭക്ഷ്യയോഗ്യമല്ലാത്ത മീൻ വിൽപ്പനയും അതിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചും. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഭക്ഷ്യാവശ്യത്തിനുള്ള മീനുകളെ നമ്മുടെ വീടുകളിൽ തന്നെ വളർത്തിയെടുക്കുന്നത് വളരെ നല്ലതാണ്. കുറഞ്ഞ സ്ഥലത്ത് കുറഞ്ഞ ചിലവിൽ യാതൊരു ആധുനിക സംവിധാനങ്ങളുമില്ലാതെ നമ്മുടെ വീടുകളിൽ തന്നെ എങ്ങനെ മത്സ്യകൃഷി ചെയ്യാമെന്നാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. 2013 മത്സ്യകൃഷിക്കു വേണ്ടി ഞങ്ങൾ ഈ ടാങ്ക് നിർമ്മിച്ചത്. 6 മീറ്റർ നീളവും 3 മീറ്റർ വീതിയും 1 മീറ്റർ ഉയരവുമുള്ള ടാങ്കാണിത്. തറനിരപ്പിൽ നിന്നും ഉയർത്തിയാണ് ഞങ്ങൾ ടാങ്ക് നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയും നമുക്ക് ടാങ്ക് ക്ലീൻ ചെയ്യുന്ന വെള്ളം ഉപയോഗിക്കാം. ടാങ്കിന് 2 ഡ്രെയിൻ പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് താഴെയും ഒന്ന് കുറച്ച് ഉയർത്തിയുമാണ്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണമെന്തെന്നാൽ നമ്മൾ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി മുകളിലെ ഡ്രെയിൻ പോയിന്റിൽ നിന്നും വെള്ളമെടുക്കുകയാണെങ്കിൽ വാൽവ് അടക്കാൻ മറന്നാലും ടാങ്കിൽ ഒരു നിശ്ചിത അളവിൽ വെള്ളമുണ്ടായിരിക്കും. മത്സ്യക്കുഞ്ഞുങ്ങളെ വാങ്ങിക്കൊണ്ടുവന്ന് ടാങ്കിലേക്ക് നിക്ഷേപിക്കുന്നതിന് മുമ്പായി നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മത്സ്യക്കുഞ്ഞുങ്ങളെ വാങ്ങിക്കുമ്പോൾ കുറച്ച് വലുപ്പമെത്തിയ മീനുകളെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കണം. പറ്റ ചെറുത് വാങ്ങിച്ചാൽ മീനുകൾ കുറെ ചത്തുപോകാൻ ചാൻസ് ഉണ്ട്. ആദ്യം തന്നെ നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന മത്സ്യക്കുഞ്ഞുങ്ങളുള്ള കവറ് ടാങ്കിൽ കുറച്ച് നേരം ഇറക്കി വെക്കണം. അത് കഴിഞ്ഞ് കവറ് തുറന്ന് കവറിലേക്ക് ടാങ്കിലെ കുറച്ച് വെള്ളം നിറച്ചു കൊടുക്കണം. ഇങ്ങനെ ചെയ്യുന്നത് ടെമ്പറേച്ചറും pHഉം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം മീനുകളെ ടാങ്കിലേക്ക് നിക്ഷേപിക്കാം. മത്സ്യക്കുഞ്ഞുങ്ങളെ കുറച്ച് ദിവസം ചെറിയ ടാങ്കിലിട്ടതിനു ശേഷമാണ് വലിയ ടാങ്കിലേക്ക് മാറ്റാറുള്ളത്. ആദ്യ ദിവസങ്ങളിൽ തീറ്റയായി സ്റ്റാർട്ടർ പെല്ലറ്റ്സുകളാണ് കൊടുക്കാറുള്ളത്. പിന്നീട് നോർമൽ പെല്ലറ്റ്സിലേക്ക് മാറ്റിക്കൊണ്ടുവരും. മീനുകൾക്ക് കുറച്ച് വളർച്ച എത്തിയതിനു ശേഷം സോയ ചങ്ക്സും പെല്ലറ്റ്സും കൊടുക്കാറുണ്ട്. സോയ ചങ്ക്സിൽ കൂടുതൽ പ്രോട്ടീൻ കണ്ടന്റ് ഉള്ളത് കാരണം മീനുകൾക്ക് നന്നായി വളർച്ച കിട്ടുന്നുണ്ട്. കോഴിക്കടകളിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റുകളൊന്നും ഇട്ടുകൊടുക്കാത്തത് കാരണം മീൻ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. തുടക്കത്തിലൊക്കെ കട്ല, കാർപ്പ്, സിലോപ്പി, നെട്ടർ, വാള എന്നിവയൊക്കെ സമ്മിശ്രമായിട്ടായിരുന്നു വളർത്തിയിരുന്നത്. ഇവയിൽ വാളക്കും നെട്ടറിനുമാണ് നല്ല രീതിയിൽ വളർച്ച കിട്ടുന്നതായി കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് പിന്നീട് വാളയും നെട്ടറുമാണ് വളർത്തി വരുന്നത്. രുചിയിലും മുൻപന്തിയിൽ നിൽക്കുന്നത് ഇവ തന്നെയാണ്.
എയറേഷൻ സിസ്റ്റം ഇല്ലാത്തത് കാരണം എന്നും രാവിലെ നമ്മൾ ടാങ്ക് ഒന്ന് പോയി നോക്കണം. വെള്ളത്തിന് ഓക്സിജൻ കുറവോ മറ്റോ ഉണ്ടെങ്കിൽ മീനുകൾ കൂടുതൽ സമയം മുകളിൽ വന്ന് നിൽക്കുന്നത് കാണാം. അങ്ങനെ കാണുകയാണെങ്കിൽ ടാങ്കിലെ പകുതിയോളം വെള്ളം കളഞ്ഞ് നമ്മൾ പുതിയ വെള്ളം നിറച്ചു കൊടുക്കണം. വെള്ളം മാറ്റുമ്പോൾ യാതൊരു കാരണവശാലും പൂർണ്ണമായി മാറ്റരുത്. ടാങ്കിലെ വെള്ളം പകുതിയോളം വെക്കാൻ ശ്രമിക്കണം. മീനുകൾക്ക് തീറ്റ ഇട്ട് കൊടുക്കുമ്പോൾ പാകത്തിന് മാത്രം ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. കൂടുതലായി തീറ്റ കൊടുത്താൽ കഴിക്കാതെ വരുന്ന ഫുഡെല്ലാം വെള്ളത്തിലലിഞ്ഞ് വെള്ളത്തിൽ അമോണിയയുടെ അളവ് കൂട്ടുകയും വെള്ളം കേടുവരികയും പിന്നെ മീനുകൾ ചത്തുപോകാനും ഇടയാക്കും. സൂര്യപ്രകാശം നന്നായി തട്ടുന്ന വെള്ളത്തിൻ്റെ കളറ് പച്ച കളറായിരിക്കും. അത് മീനുകളുടെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. ഒരു വർഷത്തോളം പ്രായമായ മീനുകൾക്ക് ഏകദേശം 1 കിലോയുടെ അടുത്തോളം തൂക്കം വരുന്നുണ്ട്. ഈ മീനുകളുടെ കൂടെ തന്നെ ഞങ്ങൾ ഗൗരാമി മത്സ്യത്തെയും വളർത്തുന്നുണ്ട്. മനുഷ്യരുമായി നന്നായി ഇണങ്ങുന്ന ഒരു മത്സ്യമാണ് ഗൗരാമി. അതുപോലെ ടാങ്കിൽ കുറച്ച് ഗപ്പികളെയും ഇട്ട് നോക്കിയിരുന്നു. അതിപ്പോൾ നന്നായി പെരുകിയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതും ഒരു വരുമാന മാർഗമാക്കി മാറ്റാം. ഇങ്ങനെ മീൻ വളർത്തുന്നതും അവയ്ക്ക് തീറ്റ കൊടുക്കുന്നതും അവയെ കാണുന്നതുമൊക്കെ നമുക്ക് മനസ്സിന് സന്തോഷം നൽകുന്നൊരു പ്രവൃത്തിയാണ്. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ മീനുകൾക്ക് തീറ്റ കൊടുക്കുന്നതും അവയെ ചൂണ്ടിലിട്ട് പിടിക്കുന്നതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. നെട്ടർ മീനുകളെ പൊരിച്ച് കഴിക്കാനും അതുപോലെ ചുട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. വീടുകളിൽ സ്ഥലവും സൗകര്യവും ഉള്ളവരെല്ലാം ഇതുപോലെ മത്സ്യകൃഷി ചെയ്യാൻ ശ്രമിക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്